പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. ഓരോ നിമിഷവും ഓരോ ദിവസവും അനവരതം കൃപകൾ ചൊരിയും നാഥൻ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. അത്യുന്നതൻ നമ്മെ നടത്തിടും വഴികൾ നാൾതോറും ഓർത്തു നാം സ്തുതിച്ചിടണം. അത്യുന്നതൻ നമ്മെ നടത്തിടും വഴികൾ നാൾതോറും ഓർത്തു നാം സ്തുതിച്ചിടണം. അനുതാപമോടെ തവ തിരുമാറിൽ അഭയമായി നിത്യം അണയും ഞങ്ങൾ. അനുതാപമോടെ തവ തിരുമാറിൽ അഭയമായി നിത്യം അണയും ഞങ്ങൾ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. ദൈവം വിളിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന കാഴ്ച ദുരന്തങ്ങളുടെ അനുഭവമാണ്. വേദനാജനകമായ അനുഭവങ്ങളാണ്. ഹെരോദാവ് വിശ്വാസികളെ പീഡിപ്പിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. അവൻ കൈ നീട്ടിയിരിക്കുന്നു. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രീതിതമായി തോന്നി എന്ന് ഹെരോദാവ് മനസ്സിലാക്കിയതുകൊണ്ട് പത്രോസിനെയും പിടിച്ചു തടവിലാക്കി. ഹെരോദാവിൻ്റെ കാരാഗ്രഹം. പട്ടാളക്കാർ അതിസൂക്ഷ്മമായി പ്രവർത്തിക്കുന്ന ഇടങ്ങൾ. ആരും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്തതായ ജീവിത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. പെസഹായുടെ ദിനങ്ങൾ കഴിഞ്ഞ് അടുത്ത ദിനത്തിൽ ജനത്തിൻ്റെ മുൻപിൽ വെച്ച് വിസ്തരിക്കുന്നതിനു വേണ്ടി പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യന് കാവൽ നിൽക്കുന്നത് 4 ചേവകർ വീതമുള്ള 4 കൂട്ടങ്ങളാണ്. അതായത് 16 പടയാളികൾ ഒരുമിച്ച് പത്രോസിന് കാവൽ നിൽക്കുകയാണ്. വെറും മുക്കുവനായ പത്രോസിന് കാവൽ നിൽക്കുന്നത് 16 പടയാളികൾ. അവനെ ജനത്തിന്റെ മുൻപിൽ വിസ്തരിക്കേണ്ടതിന് നിർത്തേണ്ട ആ ദിനത്തിന്റെ തലേ രാത്രിയിൽ ആ കാരാഗ്രഹത്തിൽ പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി പട്ടാളക്കാരുടെ നടുവിൽ ഉറങ്ങുന്ന അനുഭവമാണ്. ഞാൻ പറയും, ഇതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. ചങ്ങലകളാൽ ബന്ധിതമായിരിക്കുന്ന പട്ടാളക്കാരുടെ നടുവിൽ എങ്ങനെ ഒരാൾക്കുറങ്ങാൻ കഴിയും? പ്രിയ ദൈവജനമേ, ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. If our life is based on the cornerstone of Jesus Christ, then we will be able to face
all crises in our life with a mind of tranquility. ഇതാണ് കർത്താവിൽ അധിഷ്ഠിതമായിരിക്കുന്ന ജീവിതം. ഈ ലോകത്തിൽ നയിക്കപ്പെടുമ്പോൾ കോളിളക്കങ്ങൾ എത്ര ഉയർന്നാലും അതിൽ അവൻ സമചിത്തനായി നിൽപ്പാൻ കഴിയും. കാരണം ഈ ലോകത്തിൽ അനുഭവിക്കാവുന്ന എല്ലാ പീഡനങ്ങളുടെയും പാരമ്യങ്ങൾ അനുഭവിച്ച ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ എൻ്റെ ജീവിതം അടിസ്ഥാനപ്പെട്ടതാണെങ്കിൽ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും എൻ്റെ വിശ്വാസ ജീവിതത്തെ തകർക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കും പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിതനായി പട്ടാളക്കാരുടെ നടുവിൽ ഉറങ്ങുകയാണ്. കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി. ഒരു വലിയ വെളിച്ചം ആ മുറിയിലുണ്ടാകുകയാണ്. പത്രോസ് നല്ല ഉറക്കത്തിലാണ്. ദൂതൻ അവന്റെ വിലാപ്പുറത്ത് തട്ടി, എഴുന്നേൽക്കുക, ഉണരുക. വസ്ത്രം ധരിക്കുക, ചെരുപ്പിടുക, നിന്റെ അരകെട്ടി മുറുക്കുക. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചതൊന്നും യഥാർത്ഥമാണെന്ന് അവന് മനസ്സിലാകുന്നില്ല. ഒരു ദർശനം കാണുന്നത് പോലെയാണ്. ആ കാരാഗ്രഹത്തിൻ്റെ 1-ാം കാവലും 2-ാം കാവലും അവർ കടന്നു. പട്ടണത്തിലേക്ക് എത്തുന്നതിനു വേണ്ട 3-ാം കാവൽ, ഇരുമ്പ് വാതിലുകൾ സ്വയമായി അവർക്ക് മുൻപിൽ തുറക്കപ്പെടുകയാണ്. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു, ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, എത്ര അതിശയകരമായിട്ടാണ് പത്രോസിനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർ ഗോഡ് is doing great things in our life in his own ways which cannot be comprehended by reason. യുക്തിക്കതീതമായി, ബുദ്ധിക്കതീതമായി അവൻ പ്രവർത്തിക്കുന്നവനാണ്. എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും അവൻ പ്രവർത്തിക്കുന്നവനാണ്. അതിശയകരമായി ഇൻ ഹിസ് ഓൺ വേസ്, അവൻ്റെ വഴികളിലൂടെ, എൻ്റെ വഴികളിലൂടെയല്ല, നമ്മളുടെ വഴികളിലൂടെയല്ല, അവൻ്റെ വഴികളിലൂടെ അവൻ പ്രവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. രണ്ടാമതായി പ്രവാചകൻ ആ ദൈവത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: Our God will restore the things that you lost. Lost years, lost happiness, lost blessings. നഷ്ടവസന്തങ്ങളെ തിരികെ നൽകുന്നവനാണ്. വെട്ടുക്കിളികളാൽ നഷ്ടപ്പെട്ടത്, വരൾച്ചകളാൽ നഷ്ടപ്പെട്ടത്, ശത്രുക്കളാൽ നഷ്ടപ്പെട്ടത്, ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന
മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. യെസ്, അവർ ഗോഡ് വിൽ റീസ്റ്റോർ the lost happiness, the lost blessings, the lost years. നഷ്ടപ്പെട്ടു പോയ വസന്തങ്ങളെ തിരികെ തരുവാൻ എൻ്റെ യേശുവിന് കഴിയും. അതാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ മുൻമഴയും പിന്മഴയും തരുന്നവനാ. എന്താണോ എൻ്റെ ജീവിതത്തിൽ എനിക്കാവശ്യം, എൻ്റെ ജീവിത യാത്രയ്ക്കാവശ്യം, മുൻമഴയും പിന്മഴയും അവൻ തരുന്നവനാ. മുൻമഴ മാത്രം തന്നിട്ട് പോകുന്നവനല്ല, പിന്മഴയും തരുന്നവനാണ്. പിന്മഴ മാത്രം തരുന്നവനല്ല, മുൻമഴയും തരുന്നവനാണ്. കൃഷിക്ക് മുൻപേ ആവശ്യമുള്ള മഴയും കൃഷിക്ക് ശേഷമുള്ള മഴയും. എൻ്റെ ആവശ്യം എന്തെന്നറിഞ്ഞ് എന്നെ വഴി നടത്തുന്നവൻ ഈ ലോകത്തിൽ അവൻ മാത്രമാണ്, ക്രിസ്തു മാത്രമാണ്. ഈ ഒരു വലിയ പ്രത്യാശയുടെ അനുഭവമാണ്. പ്രിയ ദൈവജനമേ, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 31 മുതൽ 37 മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയെ കാണാം. അവിടെ ആ യോസഫിൻ്റെ ജീവിതമാണ്. 37-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. ഒരു നിലയെങ്കി അവന് ഉണ്ടാക്കിക്കൊടുത്തു. അവൻ അപ്പൻ തങ്ങളെ എല്ലാവരെയും കാൾ അധികം അവനെ സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ സഹോദരൻ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കണ്ടോ, സഹോദരനാണ് യോസഫ്. മറ്റ് സഹോദരന്മാർ അവനെ പകയ്ക്കുകയാണ്. അവനോട് സമാധാനമായി സംസാരിപ്പാൻ കഴിയുന്നില്ല. വീണ്ടും യോസഫ് 2 ദർശനങ്ങൾ കാണുന്നുണ്ട്. ആ ദർശനങ്ങൾ തൻ്റെ സഹോദരന്മാരുമായി പങ്കുവയ്ക്കുമ്പോൾ 1-ാമത്തെ ദർശനം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പിന്നെയും അധികം അവനെ ദ്വേഷിച്ചു. എല്ലാ കറ്റകളും എഴുന്നേറ്റു നിന്ന് എൻ്റെ കറ്റകളെ വന്ദിക്കുന്ന വണങ്ങുന്ന ആ ദർശനം അത് വിവരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ദ്വേഷിക്കുകയാണ്. ഇനിയും അടുത്ത ദർശനം: സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അതും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. പ്രിയ ദൈവജനമേ, യോസഫിനോടുള്ള ആ സഹോദരന്മാരുടെ മനോഭാവം, 1, അവനെ പകച്ചു. 2, അവനോട് സമാധാനമായി സംസാരിക്കുവാൻ കഴിയാതെ പോകുന്ന സാഹചര്യം. 3, അവനെ അധികം ദോഷിച്ചു. 4, അവനോട് അസൂയ തോന്നി. അതെ, സഹോദരന്റെ മുഖത്ത് ദൈവത്തിൻ്റെ മുഖം ദർശിക്കേണ്ടവർ ഇന്ന് സഹോദരന്റെ മുഖത്ത് പകയും വിദ്വേഷവും അസൂയയും ഒക്കെ നിറഞ്ഞിരിക്കുന്ന മനസ്സുമായി സഞ്ചരിക്കുകയാണ്. യോസഫ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്ന കാഴ്ച, ഇവനെ സഹോദരന്മാർ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ്. എത്രാമത്തെ വയസ്സിലാണ്?
17-ാമത്തെ വയസ്സിൽ സഹോദരന്മാരെ പോലെ ഒരു ആട്ടിടയനായി അവനും തൻ്റെ ഔദ്യോഗിക പദവികൾ ആരംഭിച്ചു. പിതാവ് പറഞ്ഞു, മകനെ, നിന്റെ സഹോദരന്മാർ ആടുകളുമായി പോയിരിക്കുന്നു, അവരുടെ ക്ഷേമ അന്വേഷണങ്ങൾ നടത്തി വരിക. അയച്ചതാണ്. സ്നേഹ അനുഭവങ്ങൾ, സന്തോഷ അനുഭവങ്ങൾ അന്വേഷിച്ച് മടങ്ങി വരേണ്ടവൻ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടു. എന്തോ അവിടെയും ആ ജീവിതം അവസാനിച്ചില്ല. ആ പൊട്ടക്കിണറ്റിൽ നിന്നും അവനെ വലിച്ചെടുത്തു. മിദ്യാനെ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. He became a commodity. അവൻ്റെ ആളത്വം ഒരു കമോഡിറ്റിയുടെ, ഒരു വസ്തുവിൻ്റെ അനുഭവമായി തീരുകയാണ്. 20 വെള്ളിക്കാശിന് വേണ്ടി വിറ്റു. പിന്നെ എത്തിയത് പൊത്തിഫോറിൻ്റെ ഭവനത്തിലാണ്. അവിടെ അവൻ ചെയ്യപ്പെടാത്ത കുറ്റങ്ങൾക്ക് വേണ്ടി അകാരണങ്ങളാൽ വളരെയധികം കുറ്റങ്ങൾ അവൻ്റെ മേൽ ആരോപിക്കപ്പെടുകയാണ്. എന്തെന്ത് കുറ്റങ്ങളാണ് അവൻ്റെ മേൽ ആരോപിക്കപ്പെടുന്നത്? ഫറവോൻ്റെ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെടുകയാണ്. 37-ാം അധ്യായത്തിൽ സംഭവിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ 41-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വ്യത്യസ്തമായ സംഭവമാണ്. കഴിഞ്ഞ 13 സംവത്സരങ്ങളിലെ ആ കൽത്തുറുങ്കിലെ വാസത്തിൽ നിന്ന് അവനൊരു വിടുതലാണ്. 30-ാമത്തെ വയസ്സിൽ ഫറവോൻ്റെ മുൻപിൽ നിൽക്കുവാനുള്ള ആ വലിയ അനുവാദം അവന് ലഭിച്ചു. ആ രാജ്യത്തിൻ്റെ ഭാഗേതയം നിയന്ത്രിക്കുവാൻ അവൻ്റെ സ്വപ്ന വ്യാഖ്യാനത്തിലൂടെ സാധ്യമാകുകയാണ്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് ഫറവോ ചോദിക്കുകയാണ്. അവിടെ ഈ രാജാവ്, ഫറവോൻ പറയുന്നത് ഇപ്രകാരമാണ്: നീ എൻ്റെ ഗ്രഹത്തിന് മേലധികാരിയാകും, നിന്റെ വാക്കെൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കുമെന്ന് പറഞ്ഞു. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നുവെന്ന് ഫറവോൻ യോസഫിനോട് പറഞ്ഞു. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരമൂരി യോസഫിൻ്റെ കൈക്കിട്ടു. ഓരൊരു മുദ്രമോതിരം ഉണ്ടാക്കുകയല്ലായിരുന്നു ഫറവോൻ. പിന്നെയോ അവൻ്റെ മോതിരം, അവൻ്റെ മുദ്രമോതിരം അവൻ്റെ വിരലിൽ നിന്നൂരി യോസഫിൻ്റെ വിരലിലേക്ക് അണിയിക്കുകയാ. ഇറ്റ് ഈസ് സംതിങ് അമേസിങ്. ഇതൊരിക്കലും യോസഫ് കണ്ടിരുന്നില്ല. യോസഫ് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, God will restore the things that we lost. The lost years, the lost happiness, the lost blessings. വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരമൂതി യോസഫിൻ്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവൻ്റെ കഴുത്തിലിട്ടു. തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി. മുട്ടുകുത്തുവീൻ എന്ന് അവൻ്റെ മുൻപിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയായി തീർന്നു. ഇനി അടുത്ത അനുഭവം. Our God will liberate us from all our pain and suffering and will put us not into shame. എൻ്റെ ജനം
ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. കണ്ടോ പറയുന്നത്? എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. Our God will liberate us from all our pain and suffering and will not put us into shame. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ എലിസബത്ത് കൊച്ചമ്മ ഇപ്രകാരം ലോകത്തോട് വിളിച്ചു പറയുകയാണ്: മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇപ്രകാരം സംഭവിച്ചു. He has done mighty things in my life. എൻ്റെ നിന്ന നീക്കുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇപ്രകാരം സംഭവിച്ചു. 1-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ 6-ാമത്തെ വാക്യം അത് വായിക്കുമ്പോൾ കാണാം, അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. കർത്താവിൻ്റെ സകല കൽപ്പനകളിലും പ്രമാണങ്ങളിലും കുറ്റമില്ലാത്തവരായിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് മക്കളില്ലായിരുന്നു. അവർ ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. സാധ്യതകളൊക്കെ അസ്തമിച്ചു പോയവർ. ഈ എലിസബത്തിനെ കുറിച്ച് പറയുകയാണ്, അവൾ മച്ചിയായിരുന്നു. അതായത് ആ സമൂഹത്തിൻ്റെ മധ്യത്തിൽ അവളുടെ വില ഒരു മൃഗത്തിന് തുല്യമാണ്. ശപിക്കപ്പെട്ടവളെന്ന് ആ യഹൂദ മത സാംസ്കാരിക അനുഭവങ്ങളിൽ വേർതിരിക്കപ്പെട്ടവളാണ്. നിന്ദനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും അനുഭവങ്ങളിലൂടെ കടന്നുപോയവളാണ്. തിരസ്കരണത്തിൻ്റെ അനുഭവങ്ങൾ എത്രയോ അവൾ ഏറ്റുവാങ്ങിയിരിക്കണം. അവളുടെ മുഖത്തേക്ക് നോക്കുവാൻ ആരും അത്രയധികം ധൈര്യവും കാണിക്കില്ല. കാരണം ശപിക്കപ്പെട്ടവളുടെ മുഖത്ത് നോക്കുക, അത് ആ സമൂഹത്തിന് നിഷിദ്ധമായിരുന്നു. ഞാൻ പറയും, ദൈവത്തിൻ്റെ അനുഗ്രഹം ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലും അനുഭവിപ്പാനായിട്ട് കഴിയും. ക്രൂശിൽ കിടന്ന കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസായിലിരിക്കും. അതെ, അവൻ്റെ അവസാന നിമിഷങ്ങളാണ് ജീവിതത്തിൻ്റെ. അവസാന നിമിഷങ്ങളിൽ പോലും അവനൊരു വിടുതലിൻ്റെ, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, വീണ്ടെടുപ്പിൻ്റെ അനുഭവമാണ്. ഇതാ സക്കറിയ പുരോഹിതൻ ധൂപപീഠത്തിൻ്റെ മുൻപിൽ ധൂപകലശം കാട്ടി. ദൈവത്തിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. അവൻ ഭയന്നു വിറച്ചു. ദൈവത്തിൻ്റെ ദൂതൻ അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിന്റെ ഭാര്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. പ്രിയ ദൈവജനമേ, സാധ്യതകളൊക്കെ അസ്തമിച്ചു പോയില്ലേ? ഇനിയും ഒരു കുഞ്ഞുണ്ടാകാൻ എങ്ങനെയാണ് ഈ വയസ്സ് ചെന്നവരുടെ ജീവിതത്തിൽ സാധ്യമാകുക? ദൈവദൂതൻ ഇങ്ങനെയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് സക്കറിയാവിനോട് പറയുകയാണ്, സക്കറിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി യുവർ പ്രേയേഴ്സ് ആർ ആൻസേർഡ്. ഈ പ്രാർത്ഥന ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല, വിവാഹ ജീവിതത്തിലേക്ക് ആരംഭിച്ച നിമിഷം മുതൽ തുടങ്ങിയ പ്രാർത്ഥനയാണ്. ഇന്നും ഈ അസാധ്യമായ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലും അവൻ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി, യുവർ പ്രേയേഴ്സ് ആർ ആൻസേർഡ്. എത്ര സുന്ദരമായ അനുഭവമാണ്. അവിടെയാണ് എലിസബത്തിൻ്റെ ജീവിതം ധന്യമായി തീരുന്നത്. അവൾ ഗർഭവതിയായി. അപ്പോഴാണ് അവൾ പറയുന്നത്,
മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ തക്കവണ്ണം കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇപ്രകാരം സംഭവിച്ചു. എത്ര അനുഗ്രഹീതമാണ്. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ദൈവമക്കളെ, ഞാനിവിടെ നിർത്തുകയാണ്. യോവേൽ പ്രവാചകൻ ജനത്തോട് പറയുകയാണ്, ഇപ്പോഴെങ്കിലും കഴിഞ്ഞതൊക്കെ പോകട്ടെ, കഴിഞ്ഞതൊന്നും ഞാൻ നോക്കുന്നില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും എങ്കിലേക്ക് തിരുവീൻ. വസ്ത്രങ്ങളെയെല്ലാം ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. പ്രിയ ദൈവജനമേ, ഈ അനുതപിക്കുന്ന, നമ്മളെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഈ ക്രിസ്തുവിൻ്റെ സന്നിധാനത്തിലെങ്കിൽ നമ്മൾക്ക് മടങ്ങി വരാം. യോവേൽ പ്രവാചകന്റെ ആഹ്വാനമാണ്. ആ കാലഘട്ടത്തിൻ്റെ സമാനമായ അനുഭവങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു. ഇവിടെയാണ് പ്രവാചകൻ പറയുന്നത്, മടങ്ങി വരിക, തിരികെ വരിക, കർത്താവിങ്കിലേക്ക് തിരികെ വരിക. എന്തുകൊണ്ടെന്നാൽ അവൻ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങളെ, വൻ കാര്യങ്ങളെ അവൻ്റെ വഴിയിലൂടെ ചെയ്യുന്നവനാ. ഒരു മനുഷ്യൻ്റെ ചിന്തയ്ക്കും ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്കും ഒരു മനുഷ്യൻ്റെ യുക്തിക്കും നിർവചിപ്പാൻ കഴിയാത്ത വിധത്തിൽ അവൻ എൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുന്നവനാ. അവൻ എൻ്റെ നഷ്ടപ്പെട്ട വർഷങ്ങളെയും നഷ്ടപ്പെട്ട സന്തോഷങ്ങളെയും നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെയും തിരികെ തരുന്നവനാണ്. വെട്ടുക്കിളിയും വെട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. എൻ്റെ ദൈവം, അവൻ നമ്മളെ ലജ്ജിപ്പിക്കാത്തവനാണ്. Our God will liberate us from all our pain and suffering and will not put us into shame. ഇരുളിൽ പ്രകാശമായി മരുഭൂമിയിൽ തണലായി കോട്ടയായി കാവലായി മേവും നാഥൻ. ഇരുളിൽ പ്രകാശമായി മരുഭൂമിയിൽ തണലായി കോട്ടയായി കാവലായി മേവും നാഥൻ. കരയുന്ന മാനസർക്കാശ്വാസമരുളി കണ്ണീർ തുടയ്ക്കും ആത്മനാഥൻ. കരയുന്ന മാനസർക്കാശ്വാസമരുളി കണ്ണീർ തുടയ്ക്കും ആത്മനാഥൻ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. ജീവിതത്തിൽ വരും വീഴ്ചകൾ നടുവിൽ താങ്ങിയെടുക്കുന്ന വൻകരങ്ങൾ. ജീവിതത്തിൽ വരും വീഴ്ചകൾ നടുവിൽ താങ്ങിയെടുക്കുന്ന വൻകരങ്ങൾ. കരയേണ്ട മനമേ കരുതുന്ന നാഥൻ, ചാരത്തായുണ്ടെന്ന് അരുളും നാഥൻ. കരയേണ്ട മനമേ കരുതുന്ന നാഥൻ, ചാരത്തായുണ്ടെന്ന് അരുളും നാഥൻ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ല.